ഇത് എന്തിനിടെ ഇങ്ങനെ വിളിക്കണേ? ഹലോ പറടാ. ചേട്ടൻ എന്താ ഇവിടെ? എൻ്റെ ഫ്രണ്ടാണല്ലേ മരിച്ചത്. അവൻ മുത്തശ്ശിയുടെ കൂടെയാണോ താമസിച്ചിരുന്നത്? അമ്മയില്ല, അച്ഛൻ ഗൾഫില. ഇപ്പം അമ്മമ്മയുടെ താമസിക്കുന്ന. ഇവന് വല്ല ദുശീലം ഉണ്ടായിരുന്നു? ഇല്ല സാർ. ഒന്ന് മാറൂ. എൻ്റെ ഫ്രണ്ട് പോലീസ് സർജനാണ്. ഞാൻ അവിടം വരെ ഒന്ന് പോകാം, എന്നാലേ കാര്യം എന്താണെന്നറിയാൻ പറ്റും. ശരി, അപ്പം ഞാൻ വിളിക്കാം. അളിയ, നീ എപ്പോൾ വന്നോ? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ വിചാരിച്ചില്ലല്ലോ അവ ഇങ്ങനെ ചെയ്യുമെന്ന്. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ വന്നാൽ പലതും ഓർമ്മ വരും. നമുക്കിവിടെ നിന്ന് മാറാം. ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കണം? കാണാനില്ലല്ലോ. ഷർട്ട് കൊണ്ട് വണ്ടി ഇട്ടിട്ട് വരാം. ഡേയ്, ഇവിടേക്കായിരുന്നോ? നീ വന്നോ? എന്തുടാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ 2-3 ദിവസം എടുക്കും. അതിനു മുമ്പ് അൺഒഫീഷ്യലായ ഒരു കാര്യം പറയാനുണ്ട്. അതെന്താടാ? പോലീസ് ഇപ്പോൾ ആത്മഹത്യ എന്നല്ലേ FIR എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്കെന്തോ അൺയൂഷ്വലായി തോന്നുന്നുണ്ട്. അതിപ്പോൾ പറയാൻ സാധിക്കില്ല. ഞാനൊരു പോലീസ് ഓഫീസറാണ്, എന്നോടൊന്ന് ഒളിപ്പിക്കാൻ നിൽക്കണ്ട.
വിക്ടിമിൻ്റെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ എനിക്കൊന്ന് കാണണം അൺഒഫീഷ്യലായിട്ട്. എൻ്റെ കസിൻ അവൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് അവനെ കാണണം. ഓക്കേടാ, ഞാൻ അവനോട് പറയാം. ശരി, അപ്പോൾ പിന്നെ കാണാം. ഹലോ, നീ എപ്പോൾ ഒന്ന്? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂടാ. എന്നാലും അവൻ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇന്നലെ രാവിലെയും കൂടെ ഹാപ്പി ആയിട്ടാണ് കണ്ടേ. ഇന്നലെ ഞാൻ അവനെ കണ്ടപ്പോൾ എന്താടാ മുഖം അല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. എന്തുകൊണ്ട്? നീ കാര്യം പറ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ എപ്പോൾ നടന്ന്? അവൻ അങ്ങനെയൊന്നുമല്ല, എനിക്ക് തോന്നിയതായിരിക്കും. എനിക്ക് കണ്ടപ്പോൾ മൂടവിട്ടായിട്ടാണ് തോന്നിയത്. എടാ, ഇപ്പം എൻ്റെ കസിൻ വിളിച്ചിരുന്നു. ഏത് കസിൻടാ? ഇന്ന് രാവിലെ ഇവിടെ വന്നില്ലേ ഒരു പോലീസ്? അതാണ് എൻ്റെ കസിൻ. ഓ, അതാണോ നീ പറയാറുള്ള കസിൻ? എന്തിനാ അങ്ങനെ വിളിച്ചത്? എടാ, ചേട്ടാ ഇപ്പോൾ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. എവിടെയാതെ ഡോക്ടറുണ്ട്, പോയി കാണാൻ പറഞ്ഞു. അതിനിവിടെ ആർക്കും അസുഖം? എന്തായാലും ഒന്ന് പോയി കാണാം. എന്നോട് മാത്രമാണ് പോകാൻ പറഞ്ഞത്. നീ ഒറ്റയ്ക്ക് പോകണ്ട, നമ്മളും വരാം. എടാ, നീ വരണില്ലേ? ഇല്ലടാ, ഞാൻ പറഞ്ഞില്ല. എന്നാൽ ശരിടാ, വാ നമുക്ക് പോവാം. ഇത് തന്നെയുടെ വീട്? ഇത് കണ്ട വീട്? ഇത് തന്നെ. വാ. എടാ, അവന്മാരൊക്കെ എവിടെ? അവന്മാരെ ഏതോ ഡോക്ടറിനെ കാണാൻ പോയടാ. ഏത് ഡോക്ടർ? എനിക്കറിഞ്ഞൂടാ. അല്ല, നീ പോയില്ലേ? ഇല്ലടാ, ഞാൻ പോയില്ല. ഓ, എന്നെ കോളേജിലെ സാറ് കിടന്ന് വിളിക്കുന്നത്. ഞാൻ കോളേജ് വരെ ഓക്കെ, പോയിട്ട്. ശരിടാ. ഇത് തന്നെയാടാ വീട്. ഒന്നുകൂടെ പോയി അമക്കടാ. ആരാ? സാറ് പറഞ്ഞു സാറിനെ കാണാൻ വരാൻ. ഡേയ്, ഞാൻ പറയാം. സാറ് ഡോക്ടറെ വന്നൊന്ന് കാണാൻ പറഞ്ഞു. ആ, മനസ്സിലായി. കയറി വാ. ഇരിക്കേ. എന്താ ഡോക്ടർ വരാൻ പറഞ്ഞത്? കുറച്ച് കാര്യങ്ങൾ അറിയാനും കുറച്ച് കാര്യങ്ങൾ പറയാനുമാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്തോ പറയണോ? നിങ്ങളൊക്കെ? അതെ, ഞങ്ങൾ ഫ്രണ്ട്സാണ്. അതെ, ഞങ്ങളവൻ്റെ ഫ്രണ്ടായിരുന്നു. മരിച്ച വിനായകൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലേ? അതെ, ഞങ്ങൾ കോളേജിൽ വന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത്. പക്ഷേ അവൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇതുവരെ മനസ്സിലായില്ല. നിങ്ങൾ വിചാരിച്ചതുപോലെ ഇതൊരു ആത്മഹത്യയാവാൻ വഴിയില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും വരെ ഇതൊരു സൂയിസൈഡ് മാത്രമാണെന്നാണ് ഞാനും വിചാരിച്ചത്. ബട്ട് അതിനുശേഷം ഇതുപോലെ ഞാൻ 2 കേസുകൾ ചെയ്തിട്ടുണ്ട്. സെയിം ഏജ്, സെയിം സിമിലാരിറ്റി, സെയിം മെത്തേഡ്. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത്? യെസ്, ഇറ്റ്സ് മർഡർ. എന്നാൽ പിന്നെ ഇതൊന്നും എൻ്റെ കസിനോട് പറയാത്തത്? ഫുൾ റിപ്പോർട്ട് കിട്ടിയിട്ട് അവനോട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനു മുമ്പ് എൻ്റെ ഒരു അന്വേഷണം. ഹലോ, പറയടാ. ദാ പറഞ്ഞു. ഓഫ് ബ്രോ. രാവിലെ ഇറങ്ങിക്കോളൂ ഓരോ മാൻഡ്രേക്കുകൾ. ഇനിയോടെ ഒന്നും ശരിയാവില്ല. ഡേയ്, നിന്നെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിക്കാനാണ്. എന്തോന്ന് കാര്യം? നീ ആദ്യം ഈ പെൺഡ്രൈവ് കൊണ്ടുപോയി കണ്ടു നോക്ക്.
സത്യം പറ, ഇതിനകത്ത് തോന്നുന്നു. ഇത് നമ്മുടെ കോളേജിലെ CCTV വീഡിയോസ്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കോളേജിൽ CCTV ഹാക്ക് ചെയ്യില്ലെന്ന്. ഞാൻ ഹാക്ക് ചെയ്തതൊന്നുമല്ല. ആ അജിത്തിനെ പോലെ ഇരിക്കുന്ന അങ്ങേര് ഓഫീസിലെ സിസ്റ്റം ചീത്തയെന്നും പറഞ്ഞ് അങ്ങേര് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. അതിന് ഈ പെൻഡ്രൈവ് എനിക്ക് എന്തിന്? എനിക്ക് അവിടെ നിന്നൊരു സാധനം കിട്ടി. നീ ഇതാദ്യം കൊണ്ടുപോയി കണ്ടു നോക്ക്. ശരിയാടാ, പോട്ടാ. എന്തോ കുഴപ്പമുണ്ടല്ല. നീ എവിടെ പോയിരുന്നു? സിദ്ദിഖ് ഇപ്പോൾ വിളിച്ച്. കോളേജിലെ പെൻഡ്രൈവോ CCTVയോ അങ്ങനെ എന്തോ പറയണായിട്ട്. ആ പെൻഡ്രൈവ് ഇങ്ങെടുത്തേ, ഞാൻ നോക്കാം. എന്തായാലും ഇട്ട് നോക്കാം. ഇത് മുത്തു അല്ലേ? ഇവനല്ലേ പറഞ്ഞത് ഇവൻ നാട്ടിലൊന്നും 2 ആഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്ന്. ഡേയ്, ഇത് ഇന്നലത്തെ ഡേറ്റ് ആണല്ലോ കാണിക്കുന്നത്. ഇവനല്ലേ 2 ദിവസം മുമ്പ് പോകണമെന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് കോളേജിൽ വന്നത്? ഇവൻ നിങ്ങളുടെ ഫ്രണ്ടാണോ? ഇവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഇവനെ എന്തിനാ ഇങ്ങനെ പിടിച്ചോണ്ടാണ്? ഇവനിവിടെ കൊണ്ടുവന്നാൽ എന്താ കാര്യമെന്നറിയാം. അവനെന്തിനാ ഇവിടെ കൊണ്ടുവരണേ? ചിലപ്പോൾ ഇവനാണെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ടിനെ. എങ്കിൽ കൊണ്ടുവരാം. പക്ഷേ ഇതൊന്നും സാറിൻ്റെ കസിനോട് പറയരുത്. ഇല്ല, അതിനു മുമ്പ് മുത്തുവിനെ അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? 2 പേരെ എനിക്കറിയാം. പക്ഷെ വലിയ കമ്പനിയൊന്നുമില്ല. ഒരുത്തൻ ജിതേഷും ഒരുത്തൻ അഭിമന്യു. അതിൽ അഭിമന്യുവിൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ട്, അവനെ വിളിക്കാം. വിളിക്കാം. മുത്തു എന്തായാലും വീട്ടിൽ കാണും. നീ അങ്ങ് വന്നാൽ മതി. ഈ വഴി തന്നെയാടേ, കണ്ടിട്ട് പേടിയാവുന്നു. ഞാൻ ഇവിടെ നിൽക്കാം, നീ പോയി വണ്ടി നോക്കി കിട്ടുമോ? അതുൽ? അതെ, ഞാനാണ് ഇപ്പം നിന്നെ വിളിച്ചത്. എന്തിനാ വിളിച്ചേ? ഞാൻ ഒരു കാര്യം അറിയാനാണ് നിന്നെ വിളിച്ചത്. ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് മുത്തുവിൻ്റെ കൂടെ. അന്ന് നിൻ്റെ നമ്പർ വാങ്ങിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത്. എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? എടാ, മുത്തുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഞാനവനും തമ്മിൽ 1 വർഷത്തെ ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ. ഇപ്പോൾ അവനെ കണ്ടിട്ട് തന്നെ കുറേ നാളായി. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതായി തോന്നിയോ നിനക്ക്? ഇല്ലടാ, എൻ്റെ കൂടെ നടന്നപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഈയിടെയായി അവൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം പോലെ തോന്നി. അപ്പോൾ ശരിയടാ. എടാ, ഒന്ന് നിന്നേ. മുത്തുവിനെ 1-2 തവണ എൻ്റെ അങ്കിളിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എടാ, നിൻ്റെ അങ്കിൾ ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറാ? എൻ്റെ ലെത്തൂസിൻ്റെ. എന്താടാ, വല്ല കുഴപ്പമുണ്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. കുറേ നേരം ആയല്ലേ, എവിടെയാടായി? എവിടെയും തോവൻ. അതാണ്ട് വരുന്നു. അതിനിടയ്ക്ക് ഡ്രസ്സ് മാറിയാ? ഒരുത്തൻ ചെളിയടിച്ച് തെറിപ്പിച്ച്, പിന്നെ വണ്ടി ക്ലാസ് ഷട്ടെടുത്തിട്ട്. സമയങ്ങളേതാ? നാട്ടിൽ പോയെന്നല്ലേ പറഞ്ഞ? പിന്നെ എങ്ങനെ? നീ CCTV കണ്ടതല്ലേ, പിന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? സോറി, മറന്നുപോയി. ബിബിനെ അഭിയെ വിളിച്ചായിരുന്നോ? അവന്മാർ വരാനാണ് പറഞ്ഞത്. ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അടിയെന്ന് കേൾക്കുമ്പോൾ ഓടുന്നവന്മാരാണ്. അതിന് അടി വല്ലതും നടക്കുമോ? നടക്കുമായിരിക്കും. ഞാൻ പോവാം. വിളിക്കടാ അവന്മാരെ.
വാടാ. ഡാ ഇവനാ ഞാൻ ഇന്ന് വേണ്ട വേണ്ട. വേണ്ട വേണ്ട നോക്കി നിനക്ക് മുടയല്ലേടാ. ആ പിടിയടാ പിടിയടാ ഇടിയടാ. വാടാ, അടിയടാ, ഇടിയടാ, ഇടിയടാ, പിടി, ഇടി, അടി ഇടി. അടി 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 കൊണ്ടിടിയടാ, കൊണ്ടിടിയടാ. മാറാ. അറിയാ. ഇതാരടാ? അവന്മാരോട് ഞാൻ പറഞ്ഞില്ലേ അടിയാണ് പോകാൻ മുങ്ങുമെന്ന്. പോയി തരത്തിക്കളിയടാ. അങ്ങനെ അങ്ങ് പോയാലോ? എങ്ങനെ പോണം? മേല ഇവിടെ കണ്ടുപോയാ അയ്യോ നട്ടല് ചവിട്ടി പിടിച്ച് അയ്യോ. വിഷ്ണു ഇവിടെ. അവനവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ദേഹമൊക്കെ എന്തൊരു വേദന. കാലമോടെ എന്തൊരു അടിയടിച്ചത്. ഇടയ്ക്കൊക്കെ തലകറങ്ങണ പോലെയൊക്കെ തോന്നി. നീ എൻ്റെ കാറ്റെങ്ങാനും പോയ തലയിലൊന്നും തട്ടിയതല്ലേ ഉള്ളൂ. ഊഫ് എന്തൊരു വേദനയാടേ. ഊഫ് മതി 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 മതി. ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ല. ഫുള്ള് ചതവാണെന്ന് തോന്നുന്നു. തലക്കിടയിട്ട് ബോധം പോയതാ. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്?
അതിലല്ലേ പറഞ്ഞത് അവനെ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. അതെ. മെൻ്റലി വീക്കായിട്ടുള്ള ഒരാൾ ചെയ്തതുപോലെ തോന്നുന്നില്ല. എന്നുവെച്ചാ മെൻ്റൽ ഹെൽത്ത് സെൻ്റർ കൊന്നിരിക്കുന്ന പാറ്റേൺ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവൻ അന്യൻ സിനിമയിലെ പോലെ എങ്ങാനാണോ? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ല. അതുപോലെ ചിലപ്പോൾ ഡിസൊക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ പൊസഷൻ ആവാം. ഇന്ത്യയിൽ തന്നെ 10 ലക്ഷത്തിലധികം പേർക്കുണ്ട്. ഞങ്ങൾക്കും അതുപോലെ തോന്നി. കാരണം ഇത്ര അടിയിൽ കിട്ടിയിട്ട് ഒരു കൂസലില്ലാതെ കൂളായിട്ട് നിൽക്കുന്നു. ഡോക്ടറിന് എന്താ എത്ര ഉറപ്പ് മുത്ത് തന്നെയാണ് ചെയ്തതെന്ന്? അതിനുള്ള തെളിവാണല്ലോ CCTV ദൃശ്യങ്ങൾ. ഡോക്ടർ ഇതുവരെ അവനെ കൊന്ന പാറ്റേൺ പറഞ്ഞില്ലല്ലോ. പറയാം. ഞാനിതെവിടെയാ? നിങ്ങളൊക്കെ എന്തിനാ അവിടെ കൂടി നിൽക്കുന്നു? നിനക്കൊന്നും ഓർമ്മയില്ലടാ. നീ മാറ്. നീ എന്തോ നോളിൻ്റെ പടം കളിക്കണ? ഇത്രയും ചെയ്തിട്ട് നിനക്ക് മതിയായില്ലേ? അതിന് ഞാനിപ്പോൾ എന്താ ചെയ്ത്? ഇത് മറ്റേത് തന്നെ, ഡോക്ടർ പറഞ്ഞ അസുഖം. അസുഖം? ആർക്ക്? താനൊന്ന് കൂളാവ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചു? നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? നീയല്ലേ നമ്മളെ വിനായനെ കൊന്നത്, എന്നിട്ട് അത് ആത്മഹത്യയാക്കിയല്ലേ? അതിൻ്റെ ഇടയിൽ നീ നാട്ടിൽ പോയിരുന്ന. ഇവൻ മാത്രമല്ല, ഇവൻ്റെ കൂടെ വേറൊരുത്തനുണ്ടായിരുന്നു. അവനാണ് നമ്മളെ തല്ലിയത്. വിനായകൻ മരിച്ചോ? എന്താണ് നീ പറയുന്നത്? നീയല്ലേ ഇന്നലെ വിനായകനെ കോളേജിൽ ഇടിച്ചത്? ഞാനൊന്നുമല്ല. പിന്നെ നീയല്ലാതെ ആരടാ? ഡോക്ടർ, അതവനാ. അവൻ എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നേ? നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? ഓർമ്മ കാണില്ല. നീ ഒരു നാലാമൻ. എന്താടാ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി ഏതെന്നൊക്കെ അറിയാമോ? കഞ്ചാവ്, അതൊന്നും പെണ്ണ്,
മരണം തൊട്ടുമ്പ് വരുമ്പോ ആ കണ്ണിൽ കാണുന്നു. എന്താടാ കാണിക്കുന്നത്? മൂടാണ് പോയി.